ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ടെറസിൽ നിന്ന് ഈ മണലിൽ കൂടെ നടന്ന് നമുക്ക് അടുത്ത ബിൽഡിങ്ങിൻ്റെ ടെറസിൽ കയറാം. ഒന്നാലോചിച്ച് നോക്കി കേട്ടോ, ഇത്രയേ കാണാൻ പറ്റത്തുള്ളൂ ഒരു ബിൽഡിങ്ങിൻ്റെ. ഇത് ഈ വീട്ടിനകത്തോട്ട് കയറിപ്പോകുന്ന വഴിയാണേ, വാതിൽ നോക്ക്, മണൽ കയറി നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് ടെറസിനകത്തൂടെ കയറി അങ്ങ് പോകാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഒരു പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. ഒരു പ്രേതങ്ങളുള്ള ഒരു വില്ലേജ്, പ്രേതങ്ങളുടെ നഗരം, ഗോസ്റ്റ് വില്ലേജ്, അൽ മദാം ഗോസ്റ്റ് വില്ലേജ്. വെൽക്കം ടു വാക്ക് ആൻഡ് ട്രാക്ക്. ഞാൻ സുനിൽ ടൗഷോർ, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഫ്രാൻസിസ്. ഒരു ഗ്രാമം, ഒരു വില്ലേജ്. ആ വില്ലേജിലെ കുറേ വീടുകൾ മൊത്തം മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതാണ് ഇത്, കണ്ടില്ലേ, ഒരു ബിൽഡിങ്, അതിൻ്റെ മതിലാണ് ഈ കാണുന്നത്. മതിലിൻ്റെ പൊക്കത്തിൽ മണൽ കയറി നിറഞ്ഞിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗോസ്റ്റ് സിറ്റിയിൽ നിന്ന് പറയുന്നൊരു സ്ഥലമാണിത്. ഗോസ്റ്റ് സിറ്റി വില്ലേജ് എന്നും പറയും, അബാൻഡൻ വില്ലേജ്. അതായത് ഈ മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കണ്ടില്ലേ, ഏതാണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെയാണ് ആ കാണുന്നത്. അത് മണൽ കൊണ്ട് നിറഞ്ഞു. നമുക്ക് അകത്ത് പോയി നോക്കാം. ഈ വീട്ടിലോട്ടുള്ള ഗേറ്റാണിത്, കണ്ടില്ലേ, മണൽ നിറഞ്ഞു. ആ ഗേറ്റിന് ഉയരത്തിൽ മാത്രമല്ല, വീടിനകത്ത് വരെ മണൽ നിറഞ്ഞു. ഇത് കണ്ടില്ല, ഇപ്പോഴും വെച്ചിരിക്കുന്ന മാതിരിയാണ്. ഇതൊരു ടോയ്ലറ്റാണ്, പക്ഷേ അതിനകവും ഫുള്ള് മണൽ കണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ആളുകൾ ബിയറൊക്കെ കുടിക്കാൻ കയറിയിരിക്കുകയാണ് ഇതിനകത്ത്. കണ്ടില്ലേ, ഇതിനകത്തെല്ലാം കച്ചടയാണ്, പക്ഷേ ഇതിനകത്ത് മൊത്തം മണൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഇത്. കിച്ചണാവാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്കൂടെ എൻട്രൻസ് ഇല്ല, പക്ഷേ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. കണ്ടില്ലേ, മണൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് റൂമിനകം വരെ. ഈ ഗ്രാമത്തിലുള്ളവർ 1960-70കളിലാണ് ഈ ബിൽഡിങ്ങുകൾ പണിഞ്ഞത്. അതിനുശേഷം കണ്ടോ, AC യുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനുശേഷം അവർക്ക് താമസിക്കാൻ എന്നോ അവർ വിട്ടുപോയി. ഒരു ട്രൈബ്സാണ് താമസിച്ചിരുന്നത്. ഇത് കണ്ടില്ലേ, റൂമിനകം മൊത്തം മണൽ. ഇതെങ്ങനെ സംഭവിക്കും? റൂമിനകത്ത് ഇത്രയും മണൽ കയറുക, അകത്ത റൂമിൽ. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് പ്രേതം ഉണ്ടെന്നാണ് കേട്ടോ. അതിൻ്റെ പേരിലാണ്. അല്ലെങ്കിൽ ഇവിടെയെല്ലാം മണലാരണ്യത്തിൽ തന്നെയാണ് വീടുള്ളത്. പക്ഷേ ഇവിടെ കണ്ടില്ലേ, മൊത്തം മണൽ, റൂമിനകം മൊത്തം മണൽ. ഇതുണ്ടല്ലേ വീട്ടിനകത്തോട്ട് കയറാനുള്ള വഴി. ഇത് മതിലാണ്, ഈ സംഭവം മതിലാണ്. അതിനെക്കാട്ടി കൂടുതലായിട്ട് മണൽ കയറി വീടിൻ്റെ മേളി വരെ കയറി. ഇത് കണ്ടില്ലേ, ഇത് റൂമിൽ ഒരു ബിൽഡിങ്ങാണ്. അതിൻ്റെ വാതിലാണിത്. അകത്തോട്ട് കയറിയ കാണുന്നത് കണ്ടോ, ഇത്രയ്ക്ക് മണൽ. ഒരു മുറി, അത് താഴെയാണ്, കുറച്ച് ഡീപ്പാണ്, ഫുള്ള് മണൽ നിറഞ്ഞു. കണ്ടില്ലേ, നമുക്കിവിടെ നിന്നുകൊണ്ട് നമുക്ക് റൂഫിൽ തൊടാൻ പറ്റും. അത്രയ്ക്ക് മണൽ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത റൂമിലോട്ട് കയറാൻ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ, മൊത്തം മണലാണ്. How the sun will go inside? Electricity is disconnected. Yeah. How the sun will go inside? This much. എല്ലാ മുറികളിലും സാൻഡ്. പ്രേതമുണ്ട് എന്നാ പറയുന്നത് കേട്ടോ, പ്രേതമുണ്ടേ, അതിൻ്റെ ആവും. കോസ്റ്റ്. ഇതൊരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിനകത്താണ് ഇപ്പം നമ്മൾ കയറിയത്. മണൽ കയറിയിരിക്കുന്നത് അതുണ്ടല്ലേ, ബിൽഡിങ്ങിൻ്റെ ഉയരത്തിൽ തന്നെ മണൽ കയറി. പക്ഷേ ഇവിടെ ഭയങ്കര പൊടി മണലാണ്, കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഒന്ന് കയറി നോക്കാം.
ഈ ബിൽഡിങ്ങിൻ്റെ മേളിലോട്ട് കയറാൻ പറ്റുമോ നോക്കാം. കണ്ടില്ലേ ബിൽഡിങ്, അതിൻ്റെ മേളിൽ കയറാം നമുക്ക്. കണ്ടോ മണലിൽ കൂടെ കയറി കണ്ടോ ഒരു ബിൽഡിങ്ങാണ് നിൽക്കുന്നത്. അത് ഫുള്ള് കവറായിട്ട് മണൽ വെച്ച്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മേളിലാണ്. മണലിൽ കൂടെ കയറി ബിൽഡിങ്ങിൻ്റെ മേളിലെത്തി. ഹായ്. ഇവിടെ എല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ കാണുന്ന ഗ്രാമം, ഈ ഇവിടെ കാണുന്ന എല്ലാ ബിൽഡിങ്ങിലും അവിടെ ഒരു പള്ളിയുണ്ട്. റൂമിനകത്ത് മൊത്തം മണൽ, എല്ലാ റൂമിനകത്തും. പണ്ടത്തെ 1970 നിർമ്മിച്ച വീടുകളാണെന്നാണ് പറയുന്നത്. 60-70കളിൽ. എന്നിട്ട് ഇവിടെ താമസിച്ച ട്രൈബ്സ് ഒരു നാൾ പെട്ടെന്ന് ഇവിടെ തന്നെ വിട്ടുപോകേണ്ടി വന്നു. കാരണം അവർക്ക് പ്രേതമുണ്ടെന്നുള്ളൊരു ആളുടെ സംസാരമുണ്ട്. പക്ഷേ അറിയത്തില്ല റൂമിനകത്തൊക്കെ എങ്ങനെ മണൽ കയറും. ഇത്രേ മുറ്റത്തൊക്കെ മണൽ വരും. ഡെസേർട്ടിനകത്താണ് നിൽക്കുന്നത്. എല്ലാം ഡെസേർട്ടിനകത്ത് തന്നെയാണ്. പക്ഷേ റൂമിനകത്ത് ഇത്രയും മണൽ കയറുമോ? ഫുള്ള് മണൽ. ഒരു വീടിൻ്റെ ഉയരത്തിൽ തന്നെ മണൽ കയറി എത്തിക്കുന്നുണ്ടല്ലേ. ഞാൻ മണലിൽ കൂടെ ചവിട്ടിയാണ് ഇപ്പോൾ വീടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, ടെറസിലാണ് നിൽക്കുന്നത്. താഴെ നിന്ന് നടന്ന് കടന്ന് നമുക്ക് ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് കയറി ഇപ്പം കണ്ടോ അടുത്ത ബിൽഡിങ്ങിന്. ഇവിടെ നമുക്ക് കയറിപ്പം. ഇത് കണ്ടില്ലേ, ഈ ബിൽഡിങ്ങിൻ്റെ താഴോട്ട് ഇറങ്ങും ഞാൻ. ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് മണലാണ് കറക്റ്റ്. അതും പൂഴി മണലാണ് കേട്ടോ, ഭയങ്കര പൊടി മണൽ. ഇവിടെ ആളുകളൊക്കെ വരുന്നുണ്ട്. രാത്രിയിലൊക്കെ വൈകിട്ടൊക്കെ വരാം, കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. പേടിക്കാതിരുന്നാൽ മതി. കാരണം ഇവിടെ കറണ്ടും വെള്ളവും വെളിച്ചമൊന്നുമില്ല. ഇതുണ്ടല്ലേ അടുത്തൊരു ബിൽഡിങ്. ഇവിടെ ഇത് റൂമിനകത്തോട്ട് കയറുന്ന വഴിയാണ്. നമുക്ക് കയറാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് മണലാണ് ഈ റൂമിനകത്ത്. ഒന്ന് ചിന്തിക്കുക, റൂമിനകത്തുള്ള മണൽ കണ്ടല്ലേ, മണൽ ഇറങ്ങി കിടക്കുക. അടുത്ത ബിൽഡിങ് കണ്ടില്ലേ, ഇവിടെയുണ്ട് കേട്ടോ. പ്രേതമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കണ്ടോ ഇത്രയ്ക്ക് മണൽ കയറി. കണ്ടോ ഇവിടെ നല്ല രസമായിട്ടുണ്ട് ഈ മുറി. ഈ മുറിക്കകത്ത് കയറുന്ന വാതിൽ ഓക്കെ, അതാണ് വാതിൽ. നല്ല പെയിൻറ്റിങ്ങൊക്കെ വെച്ചിരുന്ന റൂമായിരുന്നു. ഇത് കണ്ടില്ലേ, നിറച്ച് മണൽ. Somebody just came back. It's 14/2/2021 Valentine's Day. Swalkat. ഇതുണ്ടല്ലേ വീടിൻ്റെ ടെറസിൽ മുട്ടിക്കിടക്കുകയാണ് മണൽ. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? അടുത്ത ബിൽഡിങ്ങിനകത്തോട്ട് കയറുന്നതാണ്. കണ്ടില്ലേ, ഇത് അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഇവിടെ ബൾബും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല രസമുണ്ട് സ്ഥലം. കണ്ടില്ലേ, നല്ല ടൈൽസൊക്കെ വെച്ച് നല്ല ഡിസൈനിൽ വെച്ച് ഇതൊരു വലിയൊരു ഹാളാണിത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, മൊത്തം മണലാണ്. ഇത്രയും ഉയരത്തിൽ മുറിയുടെ ടോപ്പ് വരെ ടച്ചായി. സി the sun touched the roof. Yes, see? This one all is full. That is a റൂമിനകത്തുള്ള കാഴ്ചയായത് കണ്ടോ. മണൽ 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 നിറഞ്ഞെടുക്കുന്നു. അങ്ങോട്ടുള്ള റൂമിനകത്തൊന്നും കയറിപ്പാൻ പറ്റത്തില്ല, തലമുട്ടും. അത്രയ്ക്ക് മണലിട്ടേക്കുമല്ല, മണൽ വന്നു. ഈ വീടുകളിലേക്കുള്ളൊരു എൻട്രൻസ് ആയിരുന്നു ഇത്. കണ്ടില്ലേ, അതിനകത്തൊരു വീടുണ്ട് കേട്ടോ. അതിൻ്റെ ടോപ്പാണ് കാണുന്നത്. ഇത് ഇവരുടെ ടോയ്ലറ്റാണെന്ന് തോന്നുന്നു. പക്ഷേ മണൽ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. ടോയ്ലറ്റാണ്, കണ്ടില്ലേ.
ആളിവിടെയൊക്കെ വരുന്നുണ്ട്, പടമൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ, ആരാണ്ടൊക്കെ നിൽപ്പുണ്ട് അവിടെ. വേറെ ആരും കണ്ടില്ല. ഇതുണ്ടോ? സി, ഞാനിപ്പോൾ നിൽക്കുന്ന കയറാൻ ഒരു റൂമാണ്. റൂമിനകത്തെ മണലുണ്ട്. ഇത് ഞാൻ അതിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ റൂഫ് ഇളകിപ്പോയത്. സി, അടിപൊളിയായിട്ടാണ് മണലൊക്കെ കിടക്കുന്നത് ഇവിടെ കേട്ടോ. കണ്ടില്ലേ, വെരി നൈസ് ഡിസൈൻ. Pipe water connection is here. Yeah, this is a kitchen maybe. Yeah, kitchen fully covered with sand. ഇത്രയ്ക്ക് മണൽ എങ്ങനെ കയറും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതുണ്ടല്ലേ, ഒരു മുറി മൊത്തം, ഒരു മുറിയല്ല, ഈ ബിൽഡിങ്ങുകൾ ഫുള്ള് മണൽ. ഇതിനകത്ത് കുറച്ച് കേടുപാടുകളെന്താ തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് കുറച്ച് പുതിയതുപോലെ തോന്നുന്നു. ഇവിടെ കുറച്ചേ ഉള്ളെന്നാണ് തോന്നുന്നത് മണൽ. പക്ഷേ അല്ല, ഇതിനകത്തുണ്ട്. സി, ഇത് കുറച്ച് ഉയരത്തിലാണ് ഈ ബിൽഡിങ്, എന്നിട്ട് അതിനകത്ത് മൊത്തം മണലാണ്. ഇതല്ലേ, ഇത് ടോയ്ലറ്റും കണ്ടോ, എന്നിട്ട് അതിനകത്ത് ഫുള്ള് മണലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ എൻട്രൻസ് ഇതാട്ടോ. ഇതുണ്ടോ, ഇത്ര ഹൈറ്റേ ഉള്ളൂ, മണലാണ്. നമുക്കകത്ത് കയറാൻ പറ്റത്തില്ല, ഇരുന്ന് നോക്കണം. ഇരുന്ന് നോക്കുമ്പോഴേ കണ്ടില്ലേ മണലകത്ത് റൂഫിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് മണൽ കയറി. എങ്ങനെ മണൽ കയറിയെന്നാ. നടന്ന് നമുക്ക് ടെറസിൽ കയറാം, വീടിൻ്റെ മണലിൽ കൂടെ. കണ്ടില്ലേ, ഇവിടെ നിന്ന് പറയുന്നത് രണ്ട് സൈഡിലുമായിട്ടാണ് ബിൽഡിങ്ങുകൾ. ഇങ്ങനെ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത് രണ്ട് സൈഡിലുമായിട്ടാണ്. നടുക്കൂടെ ഇങ്ങനൊരു വഴി, എന്നിട്ട് അതിൻ്റെ എൻഡിലുണ്ടെന്നൊരു പള്ളി. കണ്ടില്ലേ, ഒരു പള്ളിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. ഏതോ ഒരു മലയാളി വന്ന് എഴുതിയിട്ടുണ്ട്, മലയാളിയുടെ. ഇവിടെ ഏതോ ഒരു ഗ്രൂപ്പ് വന്നിട്ട് അവരെല്ലാം പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അടിപൊളിയാണ് അല്ലേ. പക്ഷേ ഈ മുറിക്കകത്തെല്ലാം മണലാണേ ഉള്ളൂ കേട്ടോ, ഫുള്ള് മണലാണ്. ഇതിനകത്ത് കുറച്ച് സ്പേസ് കിട്ടിയത് അവിടെ യൂസ് ചെയ്ത ആളുകളെല്ലാം. ഇത് ടോയ്ലറ്റ്. ഇത് കണ്ടില്ല, ഈ ബിൽഡിങ്ങിൻ്റെയും സ്ഥിതി ഇത് തന്നെ. ഇവിടെ എല്ലാ ബിൽഡിങ്ങും ഇത് തന്നെ. എല്ലാത്തിനകത്തും ഇതുപോലെ മണൽ ഇത്രയ്ക്ക് നിറഞ്ഞു കിടക്കുക. ഇതുണ്ടല്ലേ, പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ മണൽ നിറഞ്ഞു കിടക്കുന്നത്. റൂമിനകത്തൊക്കെ ഇത്രയും മണൽ എല്ലാ ബിൽഡിങ്ങിലും. അകത്തായി ടോയ്ലറ്റിൻ്റെ കണ്ടല്ലേ, വാട്ടർ ടാങ്ക് എല്ലാം കാണാം. വേറെ റൂം എല്ലാം മണൽ. റൂമിനകത്ത് കയറാൻ പറ്റത്തില്ല നമുക്ക്, അത്ര ഉയരത്തിൽ മണൽ നിറഞ്ഞു. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് ടച്ച് ചെയ്യുന്നത് റൂഫിലാണ്. അവിടെ മണൽ തന്നെ ടച്ചായിട്ടുണ്ട്.
ഇതുവഴി നടക്കാൻ പറ്റത്തില്ല കണ്ടോ. ഷൂവിനകത്തൊക്കെ അത്രയ്ക്ക് മണൽ പൊടി മണലാണ്, താഴ്ന്നു പോകും, നമ്മൾക്ക് നടക്കാൻ പറ്റത്തില്ല. Welcome to yet another episode of Walk and Track with me, Francisco, and the founder, Sunil. Okay, now this has been a different place. Okay, a place which is haunted, but you don't see any ghost over here. And as far as you can see, it's only sand, sand, and sand. The sand is such that it has hit the ceiling as well. Okay, and it's beyond imagination. Like, you really do not know how this sand has been formed over here. So we are trying to explore more and more details will follow. Thank you. ആയിരത്തി 1970-കളിലാണ് ഇവിടുന്ന് ആളുകൾ പോയെന്നാണ് പറയുന്നത്. പക്ഷേ പ്രേതം ഉണ്ടായതിൻ്റെ പേരിലാണ് പോയതെന്ന് പറഞ്ഞാൽ ആൾ വിശ്വസിക്കും. ഇവിടെ വന്ന് കാണണം ഇത് കേട്ടോ. ഞാനിതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിലിടാം. സി, കാല കണ്ടില്ലേ, പൊതഞ്ഞങ്ങ് പോവാണ് മണ്ണിനകത്ത്. ഈ മണ്ണെല്ലാം കൂടെ വാരി നാട്ടിക്കൊണ്ടുപോകല്ലേ. പക്ഷെ ഇവിടെ കണ്ടില്ലേ, ഒരു വല്ലാത്തൊരു പ്ലേസാണ് കേട്ടോ. അമേസിങ് പ്ലേസ്. വൗ, നമ്മൾ പൊതഞ്ഞു പോവുകയാണ് ഇവിടെ മണലിനകത്ത്. ഇതിൻ്റെ മേളിൽ ഞങ്ങൾ ഇറങ്ങി വന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ ടെറസിലാണ്. ഈ ബിൽഡിങ് ഫുള്ള് മണലിനകത്ത് താന്നുപോയി. മണലിനകത്ത് താന്നു പോയതല്ല, മണൽ വന്ന് മൂടി ഈ ബിൽഡിങ് മൊത്തം. ആലോചിച്ച് നോക്കിയേ, പ്രേതം ഉണ്ടായിട്ടല്ലേ. ഇത്തരം മുള്ളുകൾ നിറഞ്ഞ ഇത്തരം ചെടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ വെളുത്ത കളറിൽ കാണുന്ന കണ്ടില്ല, മുള്ളുകളാണ് കേട്ടോ. നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളുള്ള ചെടിയാണ്. അത് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇത് ഈ വീട്ടിനകത്തോട്ട് കയറിപ്പോകുന്ന വഴിയാണേ. വാതിൽ നോക്ക്, മണൽ കയറി നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ. And now he wants to come back down again. He's checking for the creepers which are strong enough as for his weight. And now he jumps from there. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ ഗോസ്റ്റ് വില്ലേജിലായിരുന്നല്ലോ ഇവിടെ ഇത്രയും നേരം. ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. രാവിലെ 8:15, പക്ഷേ ചൂട് തുടങ്ങി ഇവിടെ ദുബൈയിൽ. ഇപ്പം നല്ലൊരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും ദുബൈക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ സുനിൽ ലവ് ഷോർ, എൻ്റെ കൂടെ ഒപ്പം ഫ്രാൻസിസ്കോ. Hi. It's time for us to leave out from here. Okay, we did a new exploration at this place, and I hope you guys will enjoy watching this video. And once you watch, please say like, subscribe and comments. Thank you. For Walk and Track by Sunil Love Show. Tata, bye bye.